ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അമൃതം പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവേയില്ല. അതേപോലെ തന്നെ മുന്നേ ഒരുപാട് അമൃതം പൊടി വെച്ചിട്ടുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ അമൃതം പൊടി വീഡിയോസിൻ്റെ താഴേക്ക് അമൃതം പൊടിക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും പൊടി ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് അമൃതം പൊടിക്ക് പകരം മൈദ വെച്ചിട്ടായാലും ഗോതമ്പ് പൊടി വെച്ചിട്ടായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അമൃതം പൊടി ചേർത്ത് കൊടുത്താൽ മിക്സിയുടെ അടിയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ പാകത്തിന് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുള്ള ബാറ്ററാണ്, നമ്മൾ സാധാരണ ദോശക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ ലൂസായിട്ടുള്ള ബാറ്ററാണ് ഇതിലേക്കും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ബാറ്റർ അടച്ച് വെച്ച് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴനെ എടുക്കുക, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പഴുക്കാത്ത പഴമാകുമ്പോൾ ഒരു കറ കുത്തുന്നതൊക്കെ പോലെ ഉണ്ടാവും. അപ്പോൾ പഴം ഏകദേശം ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ചെറുതായിട്ട് ചട്ടകവും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ മിക്സാക്കിയിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ദോശ ബാറ്റർ ഇതിലേക്ക് 2 തവി ഒഴിച്ചിട്ട് ചുറ്റിച്ചിട്ട് കനം കുറഞ്ഞിട്ടുള്ള ദോശയാക്കിയിട്ട് ചുട്ടെടുക്കണം. പിന്നെ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്തെടുക്കരുത്, ചട്ടിയിൽ നിന്ന് കിട്ടാൻ പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട്. ഒരുപാട് ആവരുത്, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതിയാവും. അപ്പോൾ ദോശ ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ചിട്ട് 4 ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഇതുപോലെ ഒട്ടി കിട്ടുകയുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ദോശ പാനിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒരുപാട് ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് ഒഴിച്ചാലും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഇനിയുള്ള ദോശയൊക്കെ ഞാൻ അടച്ച് വെക്കാതെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അടച്ച് വെക്കാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുത്തതിന് ശേഷം 4 സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗം ഏകദേശം ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ മടക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിന് ചെറിയൊരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കോട്ടിങ് കൊടുക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അമൃതം പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവേയില്ല. പിന്നെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അത്യാവശ്യം കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ആ ഒരു പഴം കൂടെ കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ടയും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി അടിച്ചെടുക്കാം. കയ്യിൽ പാലുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ടയുടെ ബാറ്ററിൽ മുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ബാറ്റർ മുക്കിയെടുക്കുക. ഇനി മുക്കിയെടുക്കാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഈ ഒരു മുട്ടയുടെ ആ ഒരു കോട്ടിങ് കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ഉണ്ടാവണം. മധുരമൊക്കെ നല്ല കറക്റ്റായിട്ട് പാകമായിട്ട് ഉണ്ടാവുകയും വേണം. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല ഗോൾഡൻ കളർ തന്നെ ആയിക്കോട്ടെ കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു നെയ്യിൽ ഇതുപോലെ മുട്ടയുടെ ആ ഒരു കോട്ടിങ് കൂടെ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുക.
അപ്പോൾ രണ്ട് ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അമൃതം പൊടി കയ്യിലില്ലെങ്കിൽ മൈദ വെച്ചിട്ടും ഗോതമ്പൊടി വെച്ചിട്ടൊക്കെ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തുള്ള നല്ല നല്ല റെസിപ്പീസ് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.